കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഒറ്റത്തൂണിലുള്ള ആറുവരിപ്പാലത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ വടകര ആസ്ഥാനമായുള്ള ULCC എന്ന കമ്പനിയാണ് പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. അതിവേഗമാണ് നമ്മുടെ ULCC പാലത്തിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടു പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് പ്രീ കാസ്റ്റഡ് സെഗ്മെൻറ്റിലുള്ള പാലമാണ്. കാസർഗോഡ് ടൗണിലുള്ള സ്ഥലപരിധി മൂലം നമുക്ക് പ്രീ കാസ്റ്റഡ് സെഗ്മെൻറ്റിലുള്ള പാലം ഇവിടെ നിർമ്മിക്കാൻ അത്ര പോസിബിൾ അല്ല. സൗത്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബോക്സ് ഗർഡറുള്ള ആദ്യത്തെ ആറുവരിപ്പാലം. ഇതിൻ്റെ വീതി വരുന്നത് 77 മീറ്ററാണ്. 30 തൂണിലുള്ള ഈ പാലത്തിൻ്റെ നീളം വരുന്നത് 1.1 കിലോമീറ്ററാണ്. നമ്മുടെ കഴന്തക്കാട് മുതൽ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് വരെയാണ് ഈ പാലം വരുന്നത്. ഈ പാലം വരുന്നതോടുകൂടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ഇതൊരു പരിഹാരമാവുമെന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഈ പാലത്തിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 4 സ്പാനുകൾക്കിടയിലുള്ള വർക്ക് മാത്രമാണ് ഇനി പുരോഗമിക്കാൻ ബാക്കിയുള്ളത്. നുള്ളിപ്പാടിയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നുള്ളിപ്പാടിയിൽ ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ 5000 പേരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് കളക്ടർക്ക് കൈമാറിയിരുന്നു. ഒരു 3 ദിവസം മുമ്പ് ഇവിടെ സമരപ്പന്തലൊക്കെ കണ്ടിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇപ്പോൾ ULCC തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അണ്ടർ പാസേജ് വരാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മളെ കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അവിടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ ഇവിടെ RE പാനൽ വെച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ മാറിയതോടുകൂടി പല ഭാഗങ്ങളിലും വർക്ക് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് ഭാഗത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ പാലത്തിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഇനി മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടക്കാൻ ബാക്കി. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നവംബർ 16-ാം തീയതി രാവിലെ 8 മണിക്കാണ് കേട്ടോ. നമ്മുടെ കറന്തക്കാട് ഭാഗത്തോട്ടുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെർക്കള ഭാഗത്തോട്ട് അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയില്ല. കഴിഞ്ഞ വീഡിയോയിൽ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു വീഡിയോ ക്ലാരിറ്റി ഇല്ല. നമ്മൾ സൺലൈറ്റിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഡ്രോൺ പറത്തുമ്പോൾ അത്ര ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേന് 4 സ്പാനുകൾക്കിടയിലുള്ള വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ കമ്പി കെട്ടിയിട്ട് സെൻട്രിങ് പണികൾ നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഇനി സെൻട്രിങ്ങിൻ്റെ കമ്പി കെട്ടാനുള്ള വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ടോട്ടൽ 6 സ്പാനുകൾക്കിടയിലുള്ള വർക്ക് ബാക്കിയുണ്ട്. അതിൽ 4 സ്പാനുകൾക്കിടയിലുള്ള കമ്പി കെട്ടിയിട്ടുണ്ട്. 2 സ്പാനുകൾക്കിടയിലുള്ള വർക്ക് മാത്രമാണ് ഇനി കമ്പികൾ കെട്ടാൻ ബാക്കിയുണ്ട്. അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ഈ മേൽപ്പാലം വരുന്നതോടുകൂടി ഈ പാലത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കും. എന്തായാലും കാസർഗോഡിൻ്റെ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ അഭിമാനമായി മാറാൻ പോവുകയാണ് ULCC നിർമ്മിക്കുന്ന ഈ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ഒറ്റത്തൂണിലുള്ള ആറുവരിപ്പാലം. നമ്മളങ്ങനെ കറന്തക്കാട് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ടാറിംഗ് പ്രവൃത്തികളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി മുതൽ ചെങ്കള വരെ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചും. അവിടെയും നമ്മുടെ കാസർഗോഡിനെ വെല്ലുന്ന രീതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കറന്തക്കാട് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ ഇപ്പോൾ കഴിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറന്തക്കാട് മുതൽ എരിയാൽ പാലം വരെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ താളിപ്പടപ്പ് ഭാഗത്താണുള്ളത് കേട്ടോ. ഇവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത്. അപ്രോച്ച് റോഡ് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ടാവുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ 3 വരി പാതയിൽ കൂടി കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ മുതൽ റോഡ് ക്ലോസ്ഡാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. മേൽപ്പാലത്തിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് വലതുഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് ഇവിടെ കുറച്ച് ഏറ്റവർക്കുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലതുഭാഗത്തായിട്ട് കുറച്ച് ഉയരത്തിൽ സർവീസ് റോഡ് വരുന്നത്. ഇവിടെ മുതൽ കുറച്ച് താഴ്ന്നിട്ടാണ് വരുന്നത്. ഇവിടെ
നമ്മുടെ അടുക്കത്ത് ബേയിൽ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. ചെറിയൊരു അണ്ടർ പാസേജാണ്. അപ്പോൾ നല്ല ഉയരത്തിലാണ് ഇവിടെ റോഡ് വരുന്നത്, 6 വരി പാത വരുന്നത്. നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്. അണ്ടർ പാസേജിൻ്റെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതാണ്. ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡ് മുതൽ മംഗലാപുരം ഭാഗത്തേക്ക് വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നമ്മുടെ ഏരിയയിലുള്ള എംഎൻമിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തോടു കൂടി 3 വരിപ്പാതയിൽ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടിട്ടുണ്ട്. നേരത്തെ ഈ നമ്മുടെ നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ എരിയാൽ ഭാഗത്ത് ഇപ്പോൾ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലതു ഭാഗത്തായിട്ട് ഇനി മണ്ണിട്ട് ഉയർത്താനുള്ള വർക്കാണ് ബാക്കിയായിട്ടുള്ളത്. നേരത്തെ എരിയാലിൽ അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും അണ്ടർ പാസേജ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും അണ്ടർ പാസേജ് സമരങ്ങളുടെ ഭാഗമായിട്ട് നേടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഏരിയാൽ ഭാഗത്ത് കാറ്റിൽ ക്രോസിംഗ് അണ്ടർ പാസേജ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടഭാഗത്തായിട്ട് ഇപ്പോൾ നമുക്ക് ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്ന കാഴ്ച കാണാം. വലതുഭാഗത്തായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മണ്ണിട്ട് ഉയർത്തി റോഡ് റെഡിയാക്കുകയാണ്. അപ്പോൾ വലതുഭാഗത്ത് നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. സമരങ്ങൾ നടക്കുന്നത് കാരണമാണ് പല ഭാഗത്തും ഇപ്പോൾ റോഡ് വർക്ക് പെൻഡിങ് ആയിട്ടുള്ളത്.
നമ്മളെ ചൗക്കിൽ അനുവദിച്ച അണ്ടർ പാസേജിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് അറ്റകുറ്റ പണികൾ ബാക്കിയുണ്ട്. ഡിവൈഡറിൻ്റെ പണി ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. കല്ലങ്കയിൽ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൻ്റെ മുൻവശത്ത് അനുവദിച്ച ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 45 മീറ്ററിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാമെന്ന് നമ്മുടെ ULCC ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് ഫുട് ഓവർ ബ്രിഡ്ജ് ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ആറുവരിപ്പാതയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് തുറന്നു കൊടുക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള വിദ്യാനഗറിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കല്ലങ്കൈ ഭാഗത്തും തകൃതിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ പേർവാട് ഭാഗത്തും ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. അവിടെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ 2 ഭാഗത്തായിട്ടും ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുഞ്ചത്തൂർ ഭാഗത്തും ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. കുഞ്ചത്തൂർ കഴിഞ്ഞിട്ട് നമ്മളെ തലപ്പാടി എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് പല ഭാഗങ്ങളിലും ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം ടൗണിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ഒരുപാട് ആളുകൾ റോഡ് ക്രോസ് കഴിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വലിയ അപകടങ്ങൾക്ക് ഇടവരുത്തും. ഇവിടെ സമരപ്പന്തലുകളൊക്കെ നേരത്തെ ഉയർന്നിട്ടുണ്ടായിരുന്നു. 2 ഭാഗത്തോട്ടും ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമായിരുന്നു. അത് നമ്മുടെ മഞ്ചേശ്വരം കഴിഞ്ഞുള്ള ഭാഗങ്ങളിലാണ് അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുള്ളത്. മൊഗ്രാൽ പുത്തൂർ കുന്നിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ റെയിൽവേയുടെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡ് റെഡിയാകാത്തത്. എന്തായാലും വളരെ ഫാസ്റ്റായി തന്നെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മൊഗ്രാൽ പുത്തൂരിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. ചെറിയൊരു അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മുതൽ വലതു ഭാഗത്തായിട്ടാണ് ഇപ്പോൾ 2 ഭാഗത്തോട്ടും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. നേരത്തെ ഇടതു ഭാഗത്തുള്ള റോഡിൽ കൂടി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൊഗ്രാൽ പാലം
പുതുതായി നിർമ്മിച്ച മൊഗ്രാൽ പാലം ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇടതു ഭാഗത്തായിട്ട് അതുകൊണ്ട് ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിലെ വർക്ക് ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡ് നുള്ളിപ്പാടി മുതൽ മൊഗ്രാൽ പാലം വരെയുള്ള വർക്ക് അപ്ഡേറ്റാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ.